ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നൊരു കാലിക്കറ്റ് ട്രിപ്പ് വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. കാലിക്കറ്റിൽ നമ്മുടെ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ എല്ലാവരും അങ്ങോട്ട് വിരുന്ന് വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയ സമയത്താണ് നമ്മളൊരു റീലിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു BTS ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. മാപ്പ് നമ്മൾ ഇനി നേരെ പോകുമെന്ന് പറഞ്ഞ് നമ്മളൊരു തോടിൻ്റെ ആയിക്കൂടെയാണ് നമ്മൾ ലാസ്റ്റ് എത്തിയത് കേട്ടോ. എന്നാലും നമ്മൾ ആദ്യം ഒന്ന് പോയി നോക്കി. അപ്പോൾ പോയി നോക്കിയപ്പോൾ താഴ്ചയില്ല. പിന്നെ അവർ വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അതിൽ വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നൈറ്റ് ആയപ്പോൾ കാലിക്കറ്റ് വന്നിട്ട് കാലിക്കറ്റ് ബീച്ച് പോകാണ്ട് നമ്മൾ എങ്ങനെയാണ് തിരിച്ചു പോവുക. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് ബീച്ചിലോട്ട് പോയി. കാലിക്കറ്റ് ബീച്ചിൽ ചെന്ന സമയത്ത് തന്നെ നൈറ്റായി. അപ്പോൾ അവിടെ എന്തോ ഒരു ഫെസ്റ്റൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലൈറ്റും കാര്യങ്ങളും ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ സ്റ്റേജ് ഷോസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ കുറച്ച് നേരം തിരയെണ്ണി നടന്നു. അങ്ങനെ ചെറിയൊരു ഹാപ്പി ഫൺ മൂഡായിരുന്നു എല്ലാവരും കേട്ടോ. പിന്നെ കടൽ തീരെന്ന് പറയുമ്പോൾ ഉപ്പിലിട്ട സാധനങ്ങൾ നമ്മളുടെ മെയിനാണല്ലോ. അപ്പോൾ നമ്മൾ അവിടുന്ന് എന്തൊക്കെയോ കഴിച്ചു, കുറേ സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അഫുവിന് വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഈ വെള്ളം കണ്ടിട്ട് വെള്ളത്തിലോട്ടുള്ള ഓടി കളിക്കലായിരുന്നു അവൻ്റെ മെയിൻ അട്രാക്ഷൻ. അവൻ തിരയണി നമ്മളാണെങ്കിൽ വേറെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കരുതിയിട്ടില്ല. സോ നമ്മളങ്ങനെ നനയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് അങ്ങനെ അത്യാവശ്യം നല്ലോണം ഇറങ്ങിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കളിച്ചിട്ടേ ഉള്ളൂ കേട്ടോ വെള്ളത്തിൽ. കാലിക്കറ്റ് ബീച്ച് എന്ന് പറയുമ്പോൾ നൈറ്റ് വ്യൂ ആണ് എനിക്ക് തോന്നുന്നു. നൈറ്റ് എന്നല്ല പകലുണ്ട്, പക്ഷെ നൈറ്റ് ആയാലും ആ പകലുള്ള ആ ഇത്രയും ക്രൗഡ് നൈറ്റ് ആയാലും ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ വേറൊരു ബീച്ചിലും ഇത്രയും ക്രൗഡ് കണ്ടിട്ടില്ല. കാലിക്കറ്റ് ബീച്ചിൽ എപ്പോൾ പോയാലും നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഭയങ്കര ഫ്രീ ആയിട്ട് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എല്ലാവരും നല്ല ഫ്രീ ആയിട്ട്, എനിക്കൊന്നും അത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാവരും അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് അവിടെ എത്തിയപ്പോൾ അങ്ങനെ പ്രായമായവരുണ്ടായിരുന്നു, അതേപോലെ ചെറിയ പിള്ളേരുണ്ടായിരുന്നു, അങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് എല്ലാവരുടെയും ഒരു വൈബ് ഏരിയ ആണ് കാലിക്കറ്റ് ബീച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ബീച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഫെസ്റ്റ് എന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ അവിടുന്ന് ഈ ഊതുന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഊതുന്നത് വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ നൈറ്റ് ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റിയിലുള്ള നമുക്ക് ഫോട്ടോസൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവിടെ നിന്ന് മറ്റേ നമ്മൾ ഫുട്ബോളിൻ്റെ ഷോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ ബ്രേക്ക് ആയിരുന്ന സമയത്ത് അവിടെ കുറച്ച് ആങ്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ ആളുകൾക്കാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് നമ്മുടെ സ്ക്രീനിൽ പാട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് റൈഡിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ റൈഡിൽ കയറി. അപ്പോൾ ഞങ്ങൾ 5 പേരാണ് കേട്ടോ റൈഡിലേക്ക് വന്നത്. ബാക്കി എല്ലാവരും ടയേർഡായി എന്ന് പറഞ്ഞിട്ട് അവർ ആ സ്റ്റേജ് ഷോസില്ല അത് കാണാനിരുന്നു. അപ്പോൾ നമ്മൾ എനിക്കൊന്ന് നമ്മൾ 3-4 റൈഡിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിന്നെ ഞാനും അഫും ഇതിൽ കയറി. പിന്നെ മിന്നും ഏറ്റും സനമോളും കൂടിയിട്ട് ജെൻവില്ലിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അഫുവിനായിട്ട് എനിക്ക് അതിൽ ഇരിക്കാനുള്ളൊരു പേടിയുണ്ട്, ഞാനതിൽ പോയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. അഫുവിന് ഇരിക്കാൻ സുഖം, എനിക്ക് അവനെ പിടിക്കാനും കംഫോർട്ടായിട്ടുള്ളത് അങ്ങനെ താഴത്തോട്ട് കൂടെ പോകുന്ന സാധനമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ അവനായിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറിയത് കേട്ടോ. വേറെ ആരും ഉണ്ടായില്ല, നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ. ട്രെയിൻ ഉണ്ടായുള്ള ആസ്വദിച്ച് അതുകൊണ്ട്. പിന്നെ ഇവർ ജെയിൻവിയിൽ കയറി. അപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇവർ ജെയിൻവിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ദേ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. സനമോളും അതേ ഇരിക്കുന്നുണ്ട്, 3 ആൾ ഇരിക്കുന്നത്. ഓക്കെ. പിന്നെ സനമോൾ കുറച്ച് റൗണ്ട് ചെയ്തതിന് ശേഷം പിന്നെ നല്ല സ്പീഡാവുമല്ലോ. അപ്പോൾ തന്നെ അവൾക്കത് മതിയായി, പേടിയായി, കുഞ്ഞല്ലേ, പേടിയായി. അപ്പോൾ പിന്നെ നമ്മൾ അവരോട് പറഞ്ഞ് അവരെ നിർത്തി. അവരിറക്കി. പിന്നെ നമ്മൾ അപ്പോഴത്തേനും ഏകദേശം എനിക്കൊരു 11:15 ആവാനായി ഇപ്പം തന്നെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചില്ല കേട്ടോ. പിന്നെയാണ് നമുക്ക് പോകേണ്ട കാര്യങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ ഓൾമോസ്റ്റ് അവിടുത്തെ ഫുഡ്
നമ്മൾ കുട്ടികളൊക്കെ ഉള്ള കാരണം നമ്മൾ അത്യാവശ്യം നല്ല ഹോട്ടൽസാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതൊക്കെ എല്ലാതും ഒന്നെങ്കിൽ നമ്മൾ കയറുമ്പോഴത്തേനെല്ലാം ഫില്ലായി. പിന്നെ അവർ പറഞ്ഞു ഡൈനിങ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. പക്ഷേ ഫുഡൊക്കെ ഒരു ആവറേജ് ആയിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം ഫുഡ് കഴിച്ചു, സെറ്റാക്കി. പിന്നെ തട്ടാരം റെസ്റ്റോറൻറ്റ് എന്നായിരുന്നു കേട്ടോ അതിൻ്റെ പേര്. നമ്മൾ ഫുഡ് കഴിച്ചത് അവിടുത്തെ മെനു ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് അടിപൊളിയായിരുന്നു. എന്തായാലും അതൊക്കെ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.